നിമിഷപ്രിയയുടെ വധശിക്ഷ റദ്ദാക്കി എന്നുള്ള ഏറ്റവും സുപ്രധാനമായ വിവരം ഇപ്പോൾ പുറത്തു വരികയാണ്. നിമിഷപ്രിയയുടെ വധശിക്ഷ റദ്ദാക്കി. ഒരുപാട് തലങ്ങളിൽ നിന്നും പലതരത്തിലുള്ള ചർച്ചകൾ ഉണ്ടായിരുന്നു. കാന്തപുരത്തിന്റെ ഓഫീസ് പറയുന്നത് ഇത് നിർണായക തീരുമാനമാണ്, ഇടപെടലിലൂടെ നമ്മൾ എല്ലാവരും കണ്ടതാണ്. തലാലിന്റെ സഹോദരനടക്കം ഇത് വധശിക്ഷ റദ്ദാക്കുന്ന തരത്തിൽ ഒന്നുമില്ല, ദിയാദനം സ്വീകരിക്കില്ല എന്നൊക്കെ പറഞ്ഞെടുത്തു നിന്നാണ് നിമിഷപ്രിയയുടെ വധശിക്ഷ റദ്ദാക്കി എന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട വിവരം മാതൃഭൂമി ന്യൂസിലൂടെ പുറത്തുവരുന്നത്. നിമിഷപ്രിയയുടെ വധശിക്ഷ റദ്ദാക്കി എന്നുള്ള ഏറ്റവും പുതിയ വാർത്ത മാതൃഭൂമി ന്യൂസിലൂടെ ഇപ്പോൾ പുറത്തു വന്നു എന്നാണ് അവർ പറയുന്നത്. അതിനുശേഷം മറ്റൊരു വാർത്തയും പുറത്തു വന്നിട്ടുണ്ട്, അതുകൂടി കാണാം. അത് കഴിഞ്ഞ് നമുക്ക് ചില കാര്യങ്ങൾ പറയുവാനുണ്ട്. ഇത് റിപ്പോർട്ടർ ചാനലിലൂടെ ഇന്ന് കാലത്ത് പുറത്തു വന്ന ഒരു വാർത്തയാണ്, കേട്ടുനോക്കാം. നിമിഷപ്രിയയുടെ വധശിക്ഷ റദ്ദാക്കും എന്ന തരത്തിലുള്ള ചില സൂചനകൾ ഇന്നലെ വൈകുന്നേരം വന്നിരുന്നു. കാന്തപുരം വിഭാഗത്തിൽ നിന്ന് വന്ന സൂചനയാണത്. എന്നാൽ ആ റിപ്പോർട്ടുകൾ തള്ളുകയാണ് ഇപ്പോൾ വിദേശകാര്യ മന്ത്രാലയം. ചില വ്യക്തികൾ പ്രചരിപ്പിക്കുന്ന വിവരങ്ങൾ അവാസ്തവമെന്നാണ് കേന്ദ്രം പറയുന്നത്. പി ആർ സുനിലുണ്ട് കൂടുതൽ വിവരങ്ങളുമായി ഡൽഹിയിൽ നിന്നും. പി ആർ സുനിൽ, ഇപ്പോൾ ഇന്നലെ രാത്രിയിൽ നമുക്ക് സുനിൽ അവിടെ നിൽക്കട്ടെ, നമുക്ക് വേറെ കുറെ കാര്യങ്ങൾ പറയാനുണ്ട്. അരുൺകുമാർ ഇവിടെ ആദ്യം പറഞ്ഞത് കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാരുടെ ഓഫീസിൽ നിന്ന് വ്യക്തമായ ഒരു റിപ്പോർട്ട് പുറത്തു വന്നിട്ടുണ്ട്. നിമിഷപ്രിയ വധശിക്ഷയിൽ നിന്ന് മോചിതയാകും എന്നുള്ളത്. അതോടൊപ്പം തന്നെ മറ്റൊരു മലയാളം ചാനലിൽ ഒരു വാർത്ത വരികയാണ്, അങ്ങനെ ഒരു സംഭവം നടക്കാൻ സാധ്യതയില്ല, കേന്ദ്ര സർക്കാർ അത് നിഷേധിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. ചില ആളുകളുടെ തള്ളൊന്നും സത്യമല്ല എന്നുള്ളതുമാണ് ഇവിടെ നമുക്ക് പരിശോധിക്കുവാനുള്ളത്. നിമിഷപ്രിയ ജയിൽ മോചിതയാവുമോ, തൂക്കുകയറിൽ നിന്ന് രക്ഷപ്പെടുമോ എന്നെല്ലാം നമുക്കിന്ന് നോക്കാം. ഇപ്പോൾ നിങ്ങൾ കാണുന്നത് ഇന്നലെ പുറത്തു വന്ന 28 ജൂലൈ 2025 മീഡിയ വണിലൂടെ പുറത്തു വന്ന ഒരു വാർത്തയാണ്. നിമിഷപ്രിയയുടെ വധശിക്ഷ റദ്ദാക്കിയേക്കും, മാപ്പ് നൽകാൻ കൊല്ലപ്പെട്ട തലാലിൻ്റെ കുടുംബം ധാരണയായെന്ന് മധ്യസ്ഥർ. ഈ ഒരു കാര്യം നമുക്ക് ആദ്യം ഒന്ന് പരിശോധിക്കാം. തലാലിൻ്റെ കുടുംബം എന്ന് പറയുന്നത് തലാലിൻ്റെ ഔദ്യോഗിക വക്താവ്, തലാലിൻ്റെ കുടുംബത്തിൻ്റെ ഔദ്യോഗിക വക്താവായിക്കൊണ്ട് തലാൽ അബ്ദു മഹദി എന്ന് പറയുന്നത് നിമിഷപ്രിയയുടെ കൈകളാൽ വധിക്കപ്പെട്ട യമനി പൗരനാണ്. അദ്ദേഹത്തിൻ്റെ കുടുംബത്തിൻ്റെ ഔദ്യോഗിക വക്താവ് എന്ന് പറയുന്നത് അബ്ദുൽ ഫത്താഹ് മഹദിയാണ്. അബ്ദുൽ ഫത്താഹ് മഹദി എന്ന് പറയുന്ന തലാലിൻ്റെ സഹോദരൻ ഇന്നലെ പങ്കുവച്ച ഫേസ്ബുക്ക് പോസ്റ്റിൽ പറയുന്നു, ഒരു കാരണവശാലും നിമിഷപ്രിയയുടെ വധശിക്ഷയിൽ നിന്ന് ഞങ്ങൾ പിന്നോട്ടില്ല എന്നുള്ളത്. ഇതാ നിങ്ങളിപ്പോൾ കാണുന്നത് റിപ്പോർട്ടർ ചാനലിൽ ഇന്ന് കാലത്ത് 29 ജൂലൈ 2025 വന്ന വാർത്തയാണ്. നിമിഷപ്രിയയുടെ വധശിക്ഷ റദ്ദാക്കുമെന്ന വിവരം നിഷേധിച്ച് തലാലിൻ്റെ സഹോദരൻ, സ്ഥിരീകരിക്കാതെ കേന്ദ്രവും. അപ്പോൾ കേന്ദ്രവും ഇത് സ്ഥിരീകരിച്ചിട്ടില്ല, സഹോദരൻ തള്ളുകയും ചെയ്തിട്ടുണ്ട്. എന്നാൽ മർക്കസിൽ നിന്ന് കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാരുടെ ഓഫീസിൽ നിന്ന് വരുന്ന വാർത്ത ഒന്നുകൂടി കേട്ടോളൂ. ഇത് 28 വന്ന വാർത്തയാണ്. നിമിഷപ്രിയയുടെ വധശിക്ഷ റദ്ദാക്കിയതായി കാന്തപുരത്തിൻ്റെ ഓഫീസ്. ഇവിടെയാണ് ചില കാര്യങ്ങൾ മറഞ്ഞും ഒളിഞ്ഞും ഒക്കെ കിടക്കുന്നത്. ഇവിടെ മറ്റൊരു വാർത്ത കൂടി റിപ്പോർട്ടർ ചാനലിൻ്റെ കൂടി നമുക്കൊന്ന് കാണാം. 28 വന്നാണ് നിമിഷപ്രിയയുടെ വധശിക്ഷ റദ്ദാക്കാൻ ധാരണ. അവിടെ നേരത്തെ റദ്ദാക്കി എന്നുള്ള ഓഫീസിൽ നിന്ന്, കാന്തപുരത്തിൻ്റെ ഓഫീസിൽ നിന്ന് റദ്ദാക്കിയതായിട്ടുള്ള വാർത്ത മാതൃഭൂമി ന്യൂസ് വിടുമ്പോൾ അതേ ദിവസം തന്നെ അതേ ടൈമിൽ ധാരണയായിട്ടേ ഉള്ളൂ എന്നുള്ളത് പുറത്തു വരുന്നുണ്ട്. ഇന്ന് 29 മാതൃഭൂമി ന്യൂസിൽ വന്ന വാർത്ത നിമിഷപ്രിയയുടെ വധശിക്ഷ റദ്ദാക്കിയെന്ന വാർത്തകൾ വസ്തുതാവിരുദ്ധം, ഒരു അറിയിപ്പും കിട്ടിയിട്ടില്ലെന്ന് കേന്ദ്ര സർക്കാർ. അതിൻ്റെ കാരണം എന്താണെന്നുള്ളത് നമുക്ക് പറയാം. അതോടൊപ്പം ഇവിടെ നിമിഷപ്രിയയുടെ മോചനത്തിൻ്റെ ഭാഗമായിക്കൊണ്ട് സർക്കാർ നിയോഗിച്ചിട്ടുള്ള ഭാസ്കരൻ സാമുവൽ ജെറോം എന്ന് പറയുന്ന ഔദ്യോഗിക വക്താവ്, അദ്ദേഹത്തിൻ്റെ ഒരു പ്രസ്താവന, അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റിൽ തലാൽ അബ്ദു മഹദി എന്ന് പറയുന്ന വധിക്കപ്പെട്ട യമനി പൗരൻ്റെ സഹോദരൻ അബ്ദുൽ ഫത്താഹ് മഹദിയുടെ പോസ്റ്റൊക്കെ ഷെയർ ചെയ്തുകൊണ്ട് പറഞ്ഞതാണ്, നിമിഷപ്രിയയുടെ വധശിക്ഷ റദ്ദാക്കിയിട്ടില്ല സാമുവൽ ജെറോം. അതിനുശേഷം 24 ന്യൂസ് ഇന്ന് കാലത്ത് പുറത്തുവിട്ടതാണ്, കേസുമായി ബന്ധപ്പെട്ട് പുറത്തു വരുന്ന വിവരങ്ങൾ തെറ്റെന്ന് വിദേശകാര്യ മന്ത്രാലയ വൃത്തങ്ങൾ പറയുന്നു. നിമിഷപ്രിയയുടെ കേസ് വധശിക്ഷ റദ്ദാക്കിയെന്ന വാർത്ത തള്ളിക്കേന്ദ്രം. ഇനി മാധ്യമത്തിൽ ഇന്ന് കാലത്ത് 29 ജൂലൈ 2025 വന്ന വാർത്തയാണ്, നിമിഷപ്രിയ കേസ് വധശിക്ഷ റദ്ദാക്കുന്നത് നിഷേധിച്ച് തലാലിൻ്റെ സഹോദരൻ.
അതിന് ചുവട്ടിൽ പ്രത്യേകം അദ്ദേഹത്തിൻ്റെ പോസ്റ്റിൻ്റെ അവസാന വാചകം ഇതാണ്: തലാലിൻ്റെ രക്തം വിലപേശാനുള്ളതല്ല, ഒരു പരിഗണനയുമില്ല എന്നുള്ളതാണ് തലാൽ അബ്ദു മഹദിയുടെ സഹോദരൻ അബ്ദുൽ ഫത്താഹ് മെഹദി പറയുന്നത്. ഇനി മനോരമ ന്യൂസ് TV-യിൽ വന്ന ഒരു വാർത്ത കാണാം. തലാലിൻ്റെ രക്തം വിലപേശൽ ചന്തയിൽ ഒരു ഉൽപ്പന്നമല്ല എന്ന് പറഞ്ഞാണ് പോസ്റ്റ് അവസാനിപ്പിക്കുന്നത്. തലാലിൻ്റെ രക്തം വിലപേശാനുള്ളതല്ല, ഒരു പരിഗണനയുമില്ല തലാലിൻ്റെ സഹോദരൻ എന്ന് ഇന്ന് കാലത്ത് മനോരമ ന്യൂസ് TV-യിൽ വന്നതാണ്. ന്യൂസ് 24 നമ്മൾ നേരത്തെ വായിച്ചാണ്, ഒരിക്കൽ കൂടി പറയുന്നു. പുറത്തു വരുന്ന വിവരങ്ങൾ തെറ്റ്, നിമിഷപ്രിയയുടെ വധശിക്ഷ റദ്ദാക്കിയെന്ന വാർത്ത തള്ളി കേന്ദ്രം. ഇനി നമുക്ക് വേണമെങ്കിൽ ടൈം ദീർഘിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഒഴിവാക്കുന്നത്. വേണമെങ്കിൽ കാണാനുള്ളത് സാമുവൽ ജെറോമിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റ് കാണാനുണ്ട്. അത് അബ്ദുൽ ഫത്താഹ് മെഹദി എന്ന് പറയുന്ന തലാലിൻ്റെ സഹോദരൻ്റെ പോസ്റ്റ് അടക്കം ഷെയർ ചെയ്തുകൊണ്ട് പറയുന്ന കാര്യങ്ങൾ, ഈ അബ്ദുൽ ഫത്താഹ് മെഹദി മലയാളത്തിൽ എഴുതിയ കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട്. അവിടേക്കൊന്നും പോകുന്നില്ല. നമുക്ക് ഇവരുടെ കുറച്ച് ജൽപ്പനങ്ങളാണ് ഇനി കാണുവാനുള്ളത്. അത് കഴിഞ്ഞ് ഇതിൽ വന്നേക്കാവുന്ന ഒരു ചതിയുടെ ഒരു സൂചനയും പറയാനുണ്ട്. ലക്ഷദ്വീപിൽ ഒരു ജാറത്തിൻ്റെ പരിസരത്ത് നടന്ന ഒരു പ്രഭാഷണം, ഒരു ഉറൂസിൻ്റെ ഭാഗമായി നടന്നൊരു പ്രഭാഷണത്തിൽ ഒരു സഖാഫി പ്രസംഗിക്കുന്നത് ഒന്ന് കേട്ടു നോക്കൂ. നമ്മുടെ രാജ്യത്തെ ഒരു പെൺകുട്ടിക്ക് വേണ്ടി, അതാ മോചനത്തിന് വേണ്ടി, ഒരു രാജ്യത്തിന്റെ അതാ ഭരണകൂടത്തിന്റെ വധശിക്ഷയിൽ നിന്ന് രക്ഷയ്ക്ക് വേണ്ടിയിട്ട് സുൽത്താനുൽ ഉലമ ഉസ്താദ് അവിടുത്തേക്ക് സൗഹൃദമുള്ള വലിയ പണ്ഡിതന്മാരോട് ആവശ്യപ്പെടുന്നു. അൽഹംദുലില്ലാഹ്, ഉസ്താദ് അവരുടെ ഇടപെടലുകൾക്ക് വലിയ ഫലം കാണുന്നു. ഉസ്താദ് അവറുകളുടെ ഈ ആള് പ്രസംഗിക്കുന്നത് 10 പോയിന്റ് സ്പീഡ് കൂട്ടിയിട്ടാണ് ഈ വലിച്ചു നീട്ടലെങ്കിലും കിട്ടിയത് നമുക്ക്. ഇത് വലിവ് എന്ന് പറഞ്ഞാൽ വല്ലാത്ത അവാർഡ്, അട്ടാർ അവാർഡ് പ്രഭാഷണമാണ്. അപ്പോൾ ഉസ്താദിൻ്റെ ഇടപെടൽ ഫലം കാണുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് പാട്ട് പാടുന്നുണ്ട്. ആ ഫലം ഏത് തരത്തിലാണെന്നുള്ള നമുക്ക് കാണാം. ഇയാൾ കുറച്ചും കൂടി പറയട്ടെ. അത് കഴിഞ്ഞിട്ട് പാട്ട് കാണാനുണ്ട്. അത് കഴിഞ്ഞിട്ട് ഇന്ത്യൻ സർക്കാരിന് മുകളിലാണ് ഇന്ത്യൻ ഗ്രാൻഡ് മുഫ്തി എന്ന്, ഏത് സർക്കാരും പറയൽവികളും കൊടുത്തതല്ലേ, ഒക്കെ നമുക്ക് കേൾക്കാം. ഒന്നുകൂടി നീട്ടിക്കാണെങ്കിൽ വലിക്കും. നടക്കുന്ന മനുഷ്യന്മാരെ കുറിച്ച് സഹതപിക്കലല്ലാതെ എന്താണ് നമുക്ക് പറയേണ്ടി വരുന്നത്? ഇത് അസൂയയുമായിട്ട് നടക്കുക എന്ന് പറഞ്ഞത്, പച്ച നോണയും പറഞ്ഞ് നടക്കുമ്പോൾ അത് നോണയാണ് എന്ന് പറയുന്നത് അസൂയയാണ് എന്നൊക്കെയാണ് മനസ്സിലാക്കിയതെങ്കിൽ അത് നിങ്ങളുടെ വിവരക്കേട് എന്നുള്ളതാണ്. ഇനി നമുക്ക് പാട്ട് കേൾക്കാനുണ്ട്. അതിനു മുമ്പ് ഈ പറയുന്ന വ്യക്തി ഇദ്ദേഹം ഒരു അഡ്വക്കേറ്റ് ആണെന്നുള്ളതാണ് അറിവ്. കാന്തപുരം AP വിഭാഗത്തിലെ സമുന്നതനായ ഒരു മുസ്ലിയാരാണ്. കുറച്ച് മാന്യനാണെന്നൊക്കെയാണ് കരുതിയിട്ടുണ്ടായിരുന്നത്. കേട്ടോ നിങ്ങൾ. ശരിയാണ്, അവർക്ക് രാഷ്ട്രീയത്തിൽ അവിടെ സ്വാധീനമില്ല. അല്ലെങ്കിൽ സുന്നികൾക്ക് നമ്മളെ കേരളത്തിലൊക്കെ രാഷ്ട്രീയത്തിൽ ഏതെങ്കിലും കാലത്ത് സ്വാധീനം ഉണ്ടായിട്ടുണ്ട്. സുന്നികൾ എന്ന് പറയുന്ന നിങ്ങൾ പറയുന്ന ഷിയാക്കളല്ല, അത് മുസ്ലിം ലീഗിനിട്ടിട്ട് ഒരു വെപ്പ് വെച്ചതാണ്. രാഷ്ട്രീയത്തിൽ സ്വാധീനം ഉണ്ടായിട്ടുണ്ടോ സുന്നികൾക്ക് എന്നൊക്കെ പറയുമ്പോൾ മുസ്ലിം ലീഗുകാരൊന്നും സുന്നികളല്ല എന്നല്ല ഇയാൾ ഈ പറഞ്ഞത്. അല്ല, അത് മനസ്സിലാക്കണം. ഞാനൊരു ലീഗുകാരനല്ല. രാഷ്ട്രീയം, വ്യക്തമായ രാഷ്ട്രീയം എനിക്കുണ്ട്. ഞാൻ രാഷ്ട്രീയ പാർട്ടിയുടെ പ്രവർത്തകനായിട്ടും അതിൻ്റെ നേതൃത്വത്തിലൊക്കെ പ്രവർത്തിച്ചിട്ടുള്ള ആളാണ്. ഇന്ന് രാഷ്ട്രീയ പ്രവർത്തനങ്ങളിൽ നിന്ന് അല്പം മാറി നിൽക്കുകയാണ്. അപ്പോൾ ഇദ്ദേഹം പറഞ്ഞ ആ ഒരു വാക്ക് ലീഗിനുള്ള ഒരു കൊള്ളിക്കലാണ്. ലീഗിൻ്റെ മന്ത്രിമാർ ഈ കേരളത്തിൽ മന്ത്രിമാരായിട്ട് ഭരിച്ചിട്ടുണ്ട്. അവരൊക്കെ സുന്നികൾ തന്നെയായിരുന്നു. പറയാം മൗലിയര് പറഞ്ഞ വേറെ തള്ളാണ്. അത് കേൾക്കാം നമുക്ക്. ഞാൻ ആ ഭാഗത്തേക്കൊന്നും കടക്കുന്നില്ല. ഇപ്പതാ ഇന്നലെ മിനിയാന്ന് അന്താരാഷ്ട്ര തലത്തിൽ വരെ സുബ്ഹാനല്ലാഹ് ഗവൺമെന്റുകൾക്ക് പോലും ചെയ്യാൻ കഴിയാത്ത കാര്യങ്ങൾ നമ്മുടെ സുന്നത്തി ജമാഅത്തിന്റെ ഇസ്സത്തായ ഈ സുന്നത്തി ജമാഅത്തിനെ ഈ കേരളത്തിൽ ഈ നിലക്ക് നിലനിർത്തുന്നതിൽ മറ്റാരെക്കാളും ഏറ്റവും വലിയ സംഭാവന ചെയ്ത ബഹുമാനപ്പെട്ട ശൈഖുനാ സുൽത്താനുൽ ഉലമ തവ്വലല്ലാഹു ഉംറഹു. എന്ത് കുംറഹു? എന്തൊക്കെ നിങ്ങൾ ഈ പറയണത്? ഈ ജനതയോട് പല തരത്തിലും പല കള്ളങ്ങളും പറഞ്ഞിട്ടുള്ള ഒരാള്, അയാളാണ് ഈ കുംറഹു എന്നൊക്കെ പറഞ്ഞിട്ട് ഇയാൾ പറയണത്. ഇനി അത് പോട്ടെ, സർക്കാരുകളിലേക്കോൾ മുകളിൽ നിൽക്കുന്ന, പറഞ്ഞത് കേട്ടില്ല നിങ്ങള്? ഇനി പാട്ടുണ്ട്, പാട്ടിലും തന്നെ പറയണത് കേന്ദ്ര സർക്കാരിനെ കുറ്റം പറയുന്ന പാട്ടുണ്ട് ഇവർ പുറത്തു വിട്ടിട്ട്. നമുക്കത് കേൾക്കാം. അതിനേക്കാളിലും മുകളിൽ നിൽക്കുന്ന സുന്നത്ത് ജമാഅത്തിന്റെ, ബിദ്അത്ത് ജമാഅത്തിന്റെ ഷിയാക്കളുടെ ബറേൽവികളുടെ
വല്ലാത്ത ഡെക്കറേഷൻ വേണ്ട. ആ പറയും. ആ ഉസ്താദ് ഇടപെട്ടിട്ടല്ലേ പ്രിയപ്പെട്ടവരെ മറ്റാർക്കും ചെയ്യാത്ത ഒരു സംഗതി, അഥവാ ഇന്ന് നടക്കേണ്ട ഒരു വധശിക്ഷ ഇന്ന് നടത്തൂല എന്നുള്ളിടത്തെത്തിയത്. അതിന്റെ അപ്പുറവും ശൈഖുനായുടെയും ബഹുമാനപ്പെട്ട ഹബീബ് ഉമർ ബിൻ ഹഫീദ് തങ്ങളവர்களுടെയും ഒക്കെ ആ പ്രവർത്തനം അത് സമ്പൂർണമായി വിജയിക്കുന്ന ഒരവസ്ഥ കാണിച്ചു തന്നു അല്ലാഹു തആല ഈ രാജ്യത്തിന് തന്നെ, ഈ രാജ്യത്തിലെ എല്ലാ മതക്കാർക്കും മതമില്ലാത്തവർക്കും എല്ലാ രാഷ്ട്രീയക്കാർക്കും സന്തോഷിക്കാൻ പറ്റിയ ഒരവസ്ഥ പ്രധാനം. രാഷ്ട്രീയക്കാർക്ക് സന്തോഷിക്കാനുള്ള അവസ്ഥയൊക്കെ ഉണ്ടാവും. കാര്യം നിങ്ങളുടെ വോട്ട് ബാങ്ക് അത് ആഗ്രഹിക്കുന്ന ആളുകൾ നിങ്ങളെ താങ്ങും, നിങ്ങളുടെ കുമ്രനെയും താങ്ങും, അതിൽ സംശയമൊന്നുമില്ല. എന്നാൽ നിങ്ങൾ പറഞ്ഞതിലെ അപകടം സർക്കാരുകളെക്കാൾ മുകളിൽ നിൽക്കുന്ന, വളഞ്ഞ വഴിയിലൂടെ സർക്കാരിനേക്കാൾ മുകളിൽ നിന്നിട്ടൊരു കാര്യമില്ല മൊയ്ലിയരെ. നയതന്ത്ര ബന്ധമില്ലാത്ത ഹൂത്തികൾ എന്ന് പറയുന്ന ചില രാജ്യങ്ങൾ കരിമ്പട്ടികയിൽ ഉൾപ്പെടുത്തിയ ഭീകര പ്രസ്ഥാനങ്ങൾ എന്ന് പറഞ്ഞ് ഒഴിവാക്കി നിർത്തിയ, അപ്പോൾ സൗദി അറേബ്യയുമായിട്ടൊക്കെ വ്യക്തമായ ശത്രുതയിലുള്ള, സൗദി അറേബ്യയുമായിട്ട് ചങ്ങാത്തത്തിലുള്ള ഔദ്യോഗിക സർക്കാർ അവിടെ ഉണ്ട്. അപ്പോൾ അതൊന്നുമല്ല നമ്മുടെ ചർച്ച, അതിലേക്കൊന്നും പോകുന്നില്ല. ഹൂത്തികൾ എന്നുള്ള ആ ഒരു വിഭാഗം ഓലുമായിട്ട് അടുപ്പമുള്ള ഏതോ ഒരാളുമായി ചങ്ങാത്തത്തിലുള്ള AP അബൂബക്കർ മുസ്ലിയാർ വളഞ്ഞ വഴിയിലൂടെ ഈ ഒരു കാര്യം അത് അയാളുടെ സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടിയിട്ട് സംരക്ഷിക്കാനും ഒക്കെ ശ്രമിക്കുമ്പോൾ അത് കേന്ദ്രത്തിനെ ഇടിച്ചു താഴ്ത്തിയിട്ടാവാൻ പാടില്ലല്ലോ. നീ വെറുതെ പറയല്ല കേട്ടോ. കണി പാട്ടും കൂടി കേൾക്കിങ്ങൾ. ഒരു മിനിറ്റ്. കേന്ദ്രം പോലും കൈ മലർത്തിയ കാരുണ്യാണത്രേ ഇപ്പോൾ അവിടെ ചെയ്തിട്ടുള്ളത്. അധികം കേട്ടോളി, ചിലപ്പോൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവൂലേ. കേന്ദ്രം പോലും കൈ മലർത്തിയ നേരം പെയ്തൊരു കാരുണ്യം, കേരള മണ്ണിലെ സൗഹാർദ്ദത്തിൻ ജീവൻ നൽകിയ കാന്തപുരം, കൊലക്കയർ കണ്ണിൻ മുന്നിൽ കണ്ട നിമിഷക്ക് കനിഞ്ഞൊരു പൊതുജന്മം താരമേ, കുരുക്കിടാൻ മാത്രമുള്ളതല്ല മതമെന്ന് കാട്ടിക്കൊടുത്ത ഹിന്ദിൻ താജരേ. മനസ്സിലായില്ലേ? കേന്ദ്രം പോലും കൈ മലർത്തിയോർത്ത് കാന്തപുരം AP അബൂബക്കർ മൂലിയർ പോയിട്ട് കാര്യങ്ങൾ നടത്തി എന്നാണ് പറയണത്. എങ്ങനെ നടത്തി അതറിയണം. തലാൽ അബ്ദു മഹദി എന്ന് പറയുന്ന ആള് വധിക്കപ്പെട്ടതിൻ്റെ ഭാഗമായിക്കൊണ്ട് 2017 നടന്നാണ്. 2018 കോടതി നിമിഷപ്രിയയ്ക്ക് വധശിക്ഷ വിധിക്കുകയും ചെയ്തു. അത് പിന്നീട് ഹൈക്കോടതിയും സുപ്രീം കോടതിയും ഒക്കെ ശരിവെച്ചതിന് ശേഷം യമനിൻ്റെ പ്രസിഡന്റ് നിമിഷപ്രിയയുടെ ദയാഹർജി തള്ളിയതിൻ്റെ ഭാഗമായിക്കൊണ്ട് ഈ മാസം 16 നിമിഷപ്രിയയെ വധിക്കണം, തൂക്കിലേറ്റണം എന്നുള്ള ഓർഡർ നിമിഷപ്രിയ കഴിയുന്ന ജയിലിലേക്ക് എത്തുകയും അതിൻ്റെ ഭാഗമായിക്കൊണ്ട് പല ചർച്ചകളും ഒക്കെ നടന്നിട്ടുണ്ട്. എന്നാൽ വധശിക്ഷ താൽക്കാലികമായിട്ട് നിർത്തിവെച്ചിട്ടുള്ളത് ഇവരുടെ ആരുടെയും ഇടപെടലിൻ്റെ ഭാഗമല്ല. നിമിഷപ്രിയയുടെ മോചനത്തിൻ്റെ ഭാഗമായിക്കൊണ്ട് നിമിഷപ്രിയ ആക്ഷൻ കൗൺസിലിൻ്റെയും അതുപോലെ സർക്കാർ നിയോഗിച്ചിട്ടുള്ള സാമുവൽ ജെറോമിൻ്റെയൊക്കെ ഉത്തരവാദിത്തത്തിൽ അവരുടെയൊക്കെ പ്രവർത്തനത്തിൻ്റെ ഭാഗമായിക്കൊണ്ട് നിമിഷപ്രിയയുടെ മാതാവ് സനായിലുണ്ട്, അല്ലെങ്കിൽ യമനിലെ ഈ നിമിഷപ്രിയയുടെ മോചനത്തിൻ്റെ ഭാഗമായി പ്രവർത്തനങ്ങളിലുണ്ട്. അവരുടെ ഒരു റിക്വസ്റ്റിൻ്റെ ഭാഗമായിട്ടാണ് താൽക്കാലികമായിക്കൊണ്ട് വധശിക്ഷ നിർത്തലാക്കിയത്. അതിന് ഒരു സുജായും പള്ളമക്കാല് ഫിറ്റ് ചെയ്യണ്ട എന്നുള്ളതാണ് ഒന്നാമത് പറയാനുള്ളത്. ഇനി ഇപ്പോൾ നിമിഷപ്രിയയുടെ വധശിക്ഷ അത് റദ്ദ് ചെയ്തുകൊണ്ടുള്ള കാര്യങ്ങൾ നമ്മൾ മൻസൂർ ടാക്ക് എന്നുള്ള ഒരു ചാനലിൽ അത് വിശദമായിക്കൊണ്ട് പറയുന്നുണ്ട്. കഴിയുമെങ്കിൽ കാണുക. സുഭാഷ് ചന്ദ്രൻ, ഇപ്പോഴും നമുക്ക് കേന്ദ്ര സർക്കാരിൽ നിന്ന് ലഭിക്കുന്ന വിവരം അനുസരിച്ചിട്ടാണെങ്കിൽ ഔദ്യോഗികമായ ചർച്ചകളൊന്നും നടത്തിയിട്ടില്ല എന്നാണ് പറയുന്നത്. എന്താണ് നിങ്ങൾക്ക് പറയാനുള്ളത്? സ്വാഭാവികമായും ഞങ്ങൾക്ക് നൽകാൻ സാധിക്കുന്ന വിവരം എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ മീഡിയേറ്റർമാർ വഴി ഞങ്ങൾ കാന്തപുരത്തെ ആശ്രയിച്ചുകൊണ്ടാണ് സേവ് നിമിഷപ്രിയ ഇന്റർനാഷണൽ ആക്ഷൻ കൗൺസിൽ ഇപ്പോൾ ചർച്ചകൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. കാന്തപുരത്തിൻ്റെ ഓഫീസിൽ നിന്ന് ഇന്നലെ വൈകി ലഭിച്ച സൂചനകൾ പ്രകാരം, അവിടുന്ന് ലഭിച്ച വിവരങ്ങൾ പ്രകാരം ഈ വധശിക്ഷ തത്വത്തിൽ വേണ്ടെന്ന് വെക്കാൻ വേണ്ടി കുടുംബം തയ്യാറായിരിക്കുന്നു എന്നുള്ള കാര്യം തെറ്റാണ്. അവിടെ ഇനി കുടുംബം തയ്യാറായി എങ്കിൽ തന്നെ അത് കാന്തപുരത്തിൻ്റെ ഓഫീസിൽ നിന്നല്ല അറിയിപ്പ് വരേണ്ടത്. കാന്തപുരത്തിൻ്റെ ഓഫീസിൽ നിന്ന് അറിയിപ്പ് വരണമെങ്കിൽ കാന്തപുരത്തിൻ്റെ പ്രതിനിധികൾ ഈ പറയപ്പെട്ട
തലാലിൻ്റെ ഏത് കുടുംബാംഗവുമായിട്ടാണ് ഇവർ ചർച്ച ചെയ്തിട്ടുള്ളത്? തലാലിൻ്റെ കുടുംബത്തിൻ്റെ ഔദ്യോഗിക വക്താവ് അബ്ദുൽ ഫത്താഹ് മെഹദി പറയുന്നു, ഞങ്ങൾ വധശിക്ഷ എന്നുള്ള കാര്യത്തിൽ നിന്ന് ഒരിക്കലും പിന്നോട്ടില്ല എന്നുള്ളത്. നിമിഷപ്രിയയുടെ മോചനം അത് യാഥാർത്ഥ്യമായി എങ്കിൽ അതിന് തലാൽ അബ്ദു മെഹദി എന്ന വധിക്കപ്പെട്ട യമനി പൗരൻ്റെ കുടുംബത്തിനാണ് അത് നൽകാൻ കഴിയുക. അല്ലാത്ത നിലക്ക് നൽകുന്നുവെങ്കിൽ അത് ഒരു വഞ്ചനയുടെ ഭാഗമായിട്ടായിരിക്കും. നിമിഷപ്രിയ എന്ന് പറയുന്ന സഹോദരി, പാലക്കാട്ടുകാരി, കൊല്ലംകോട്ടുകാരിയായ ആ സഹോദരി, അവർ ആ കുടുംബത്തിൻ്റെ കാരുണ്യത്തിൽ രക്ഷപ്പെടുകയാണെങ്കിൽ രക്ഷപ്പെടട്ടെ. അവരുടെ മകൾക്കും കുടുംബത്തിനും നിമിഷപ്രിയയെ തിരിച്ചു ലഭിക്കട്ടെ. ഈ കാര്യം തന്നെയാണ് പറയുവാനുള്ളത്. എന്നാൽ അത് വളഞ്ഞ വഴിയിലൂടെയാണെങ്കിൽ അത് എങ്ങനെയാണ് വളഞ്ഞ വഴി എന്നുള്ളത് നമ്മൾ പലതവണ പറഞ്ഞു കഴിഞ്ഞു. അബ്ദുൽ ഫത്താഹ് മെഹദി എന്ന് പറയുന്ന തലാൽ മെഹദിയുടെ സഹോദരൻ പറഞ്ഞത്, ഞങ്ങളുമായിട്ട് ആരും ചർച്ച ചെയ്തിട്ടില്ല, ഇന്ത്യൻ മാധ്യമങ്ങൾ കള്ളങ്ങൾ പടച്ചുവിടുന്നു, കാന്തപുരവുമായിട്ട് സംവാദത്തിന് തയ്യാറാണ്, കാന്തപുരം നടത്തുന്നത് തെറ്റായ കാര്യങ്ങളാണ് എന്ന് അദ്ദേഹത്തിൻ്റെ ഔദ്യോഗിക ഫേസ്ബുക്ക് പേജിലൂടെ പുറത്തുവിടുന്നുണ്ട്. അപ്പോൾ കുടുംബത്തിന് മാത്രമാണ് അതിൽ നിയമപ്രകാരം നീതി നടപ്പാക്കാൻ കഴിയുക. നിമിഷപ്രിയയെ നിരുപാധികം വിട്ടയക്കുക എന്നതും നീതിയാണ്. ഇസ്ലാമിക ശരീഅത്തിൽ ദയാപണം വാങ്ങിയോ വാങ്ങാതെയോ അവർക്ക് മനസ്സലിഞ്ഞുകൊണ്ട് അവരെ വെറുതെ വിടാൻ അവർക്ക് അവകാശമുണ്ട്. എന്നാൽ ഈ അബ്ദുൽ ഫത്താഹ് മെഹദി അറ്റോർണി ജനറലിന് അയച്ച ലെറ്ററാണ് ഇന്നലെ പുറത്തുവിട്ടിട്ടുണ്ടായിരുന്നത്. ഇന്ന് അദ്ദേഹത്തിൻ്റെ പ്രതികരണത്തിനായിട്ട് വെയിറ്റ് ചെയ്യുന്നുണ്ട്. നീതി നടപ്പാവട്ടെ എന്ന് പറഞ്ഞാൽ വധശിക്ഷ നടപ്പാവണം എന്നുള്ളതല്ല. ഈ അബ്ദുൽ ഫത്താഹ് മെഹദി എന്ന് പറയുന്ന ആളുമായിട്ട് അല്ലെങ്കിൽ അവരുടെ കുടുംബവുമായിട്ട് ചർച്ച ചെയ്തുകൊണ്ട് നിമിഷപ്രിയയ്ക്ക് മോചനം ലഭിക്കട്ടെ എന്ന് തന്നെയാണ് ഇവിടെ നിന്ന് പറയുന്നതും എൻ്റെ ആഗ്രഹവും. എന്നാൽ ചില ആളുകൾ, ചില തൽപര കക്ഷികൾ അവരുടെ താല്പര്യങ്ങൾ മുൻനിർത്തിക്കൊണ്ട് അവർക്ക് ആ ഒരു അർത്ഥത്തിൽ പബ്ലിസിറ്റിക്ക് വേണ്ടിയിട്ടുള്ള ഈ തരികിടകൾ കാണുമ്പോൾ അത് തുറന്നു പറയാതിരിക്കാൻ കഴിയില്ല. വിമർശനങ്ങൾ അത് നമുക്ക് വിഷയമല്ല, ആർക്ക് വേണമെങ്കിലും വിമർശിക്കാം. പറഞ്ഞത് തെറ്റാണെങ്കിൽ അത് ചൂണ്ടിക്കാണിച്ചുകൊണ്ടാവട്ടെ എന്ന് മാത്രം അറിയിച്ചുകൊണ്ട് നിമിഷപ്രിയയ്ക്ക് തലാൽ അബ്ദു മെഹദിയുടെ കുടുംബം മാപ്പ് കൊടുക്കുകയാണെങ്കിൽ നിമിഷപ്രിയ രക്ഷപ്പെടട്ടെ, എത്രയും പെട്ടെന്ന് നമ്മുടെ നാട്ടിലേക്ക് എത്തട്ടെ എന്നാണ് പറയുവാനുള്ളത്. നിമിഷപ്രിയ എന്ന് പറയുന്നത് ഇരയല്ല. അവർ കാരണം ഒരു ജീവൻ അവിടെ അപഹരിക്കപ്പെട്ടിട്ടുണ്ട്. എങ്കിലും ആ കുടുംബത്തിന് നിമിഷപ്രിയയ്ക്ക് മാപ്പ് കൊടുക്കുവാനുള്ള മനസ്സുണ്ടാവട്ടെ എന്ന് തന്നെയാണ് പറയാനുള്ളത്. നീതി എന്താണോ അത് നടപ്പാകട്ടെ, അല്ലാതെ വളഞ്ഞ വഴിയിലൂടെ അനീതി അവിടെ നടപ്പാക്കുക എന്നുള്ള ആ ഒരു കാര്യത്തോട് യോജിക്കുന്നില്ല. നിമിഷപ്രിയയ്ക്ക് തലാലിൻ്റെ കുടുംബം മാപ്പ് കൊടുക്കുകയാണെങ്കിൽ മോചനം സാധ്യമാവട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യുന്നു. സൈനിങ് ഓഫ്, മൻസൂർ മണ്ണാർക്കാട്.